നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണല്ലേ, എങ്ങനെ ഒരു കാട കൃഷി തുടങ്ങാം, അതിന് തുടക്കത്തിൽ എത്ര ചിലവ് വരും, തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാവില്ലേ. ഒരു കാടക്കൂട് നിർമ്മിക്കാൻ നമുക്ക് എന്തൊക്കെ ചിലവുകൾ ഉണ്ടാവും, ഇതിന് വലിയ എമൗണ്ട് ചിലവ് വരുമോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാവും. ഞാനതിൻ്റെ ഒരു കാടക്കൂട് എങ്ങനെ നിർമ്മിക്കാം എന്നതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാനൊരു കാടക്കൂട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ ഒരു കാടക്കൂടാണ്. ഏകദേശം ഒരു 50 കാട, ഒരു 100 കാടൻ്റെ അടുത്ത് നമുക്ക് വളർത്താവുന്ന ഒരു കാടക്കൂടാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂടാണിത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല നെറ്റൊക്കെ അടിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൂടാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ നെറ്റാണെങ്കിലും ഇങ്ങനെ 4 ഫ്രെയിം കണ്ടോ, ഇങ്ങനെ കമ്പി 4 സൈഡിൽ നമ്മൾ കമ്പി കൊടുക്കുക. എന്നിട്ട് ഫ്രെയിം അടിച്ച് റെഡിയാക്കിയിട്ട് നമ്മൾ സാധാ ഇരുമ്പിൻ്റെ നെറ്റ് ഉണ്ടല്ലോ, കുറഞ്ഞ നെറ്റ്, ഈ നെറ്റ് വാങ്ങി നമ്മളിത് ഫില്ല് ചെയ്ത് സ്ക്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കാടക്കൂട് ഉണ്ടാക്കാൻ പറ്റും. ഇതിലിപ്പോൾ 50 കാട പോകും. ഇങ്ങനത്തെ ഒരു കൂടും കൂടി ഉണ്ടാക്കിയാൽ നമുക്ക് 100 കാട വളർത്താം. 100 കാട വളർത്തുകയാണെങ്കിൽ നമുക്കൊരു മാസം 4000 രൂപ വരെ വരുമാനം ഉണ്ടാവും. അപ്പോൾ കണ്ടോ, ഇത്ര സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കാടക്കൂട് നിർമ്മിക്കാൻ പറ്റും. ഇനി ഈ കമ്പിൻ്റെ ചിലവ് വേണം എന്നുള്ളതൊരു പ്രയാസം നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫ്രെയിം അടിച്ച സ്ഥലത്ത് നമുക്ക് കടയിൽ നിന്ന്, നമ്മുടെ പഴയ മരക്കടകളിൽ നിന്ന്, മരപ്പീടിയിൽ നിന്ന് നമുക്ക് റീപ്പർ എന്ന് പറഞ്ഞ ഇത്ര വീതിയില്ല മരത്തിൻ്റെ പലക കിട്ടും. റീപ്പർ അത് കുറഞ്ഞ റേറ്റ് ഉള്ളൂ റീപ്പറിന്. ആ റീപ്പർ വാങ്ങിയിട്ട് ഇതുപോലെ നമുക്ക് ഫ്രെയിം അടിക്കാം. ഈ കമ്പി അടിച്ചിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രെയിം അടിക്കാം. അങ്ങനെ ഫ്രെയിം, ഈ കമ്പിയുടെ സ്ഥലത്ത് മരത്തിൻ്റെ ഫ്രെയിം അടിച്ചിട്ട് ഞാനിവിടെ നെറ്റ് കാണിച്ചു തരാം, ഇരുമ്പിൻ്റെ നെറ്റ്, റീപ്പർ വെച്ച് അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കൂട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കുറഞ്ഞ ഈ നെറ്റും അതുപോലെ തന്നെ കുറച്ച് പട്ടികയുടെ മരത്തിൻ്റെ റീപ്പറും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു കാടക്കൂട് നിർമ്മിക്കാൻ പറ്റും. ഒരു 200 കാടയൊക്കെ കൊള്ളുന്ന കൂടിന് നമുക്ക് വളരെ കുറഞ്ഞ ചിലവേ നമുക്ക് വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ കൂട് ഞാൻ കാണിച്ചു തന്നിരുന്നു, നമ്മുടെ കൂട് വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ്. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ എല്ലാവരുടെയും വീട് ടെറസിൻ്റെ മുകളിൽ ഒഴിഞ്ഞു കിടക്കുകയാണ് അല്ലേ. ഈ ടെറസിൻ്റെ മുകളിൽ ഒരു സീറ്റൊക്കെ ഇട്ട് ഒരു വലിയ രീതിയിൽ തുടങ്ങുന്നതിന് പകരം ഇങ്ങനെ ഒരു ചെറിയ കൂട് നിർമ്മിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാട കൃഷി തുടങ്ങാം. ഒരു 100 200 കാട വളർത്തി നമുക്ക് തുടങ്ങാം. അങ്ങനെ 200 കാടയൊക്കെ വളർത്തി വരുമ്പോൾ മാസം 7000 7500 രൂപയ്ക്ക് നമുക്ക് 200 കാടയിൽ നിന്ന് തന്നെ വരുമാനം കിട്ടി തുടങ്ങും. ഇനി ഈ കൂട് ഒരു ഡബിൾ ട്രക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ 200 400 കാട വളർത്താൻ കഴിയും. അപ്പോൾ അങ്ങനെ 400 കാട വളർത്തുന്ന ഒരാൾക്ക് ഏകദേശം ഒരു 18,000 19,000 രൂപേൻ്റെ അടുത്ത് നമുക്ക് ഒരു മാസം വരുമാനം ഉണ്ടാവും. അങ്ങനെ വരുമാനക്കായി വരുന്ന സമയത്ത് നിങ്ങൾ വീടിന് മുകളിൽ സീറ്റ് ഇട്ടിട്ട് അതിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ കൂടെ ഞാൻ കാണിച്ചു തന്നിരുന്നു, ഓളോബിക്സ് കൊണ്ട് പടുത്ത് നിങ്ങൾക്കൊരു കൂട് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരുടെയും വീട് ഇപ്പോൾ ടെറസിൻ്റെ മുകളിൽ സീറ്റൊക്കെ ഇട്ട് ഒഴിഞ്ഞടക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ സീറ്റ് ഇട്ടിട്ടില്ലെങ്കിലും അത് ഒഴിഞ്ഞടക്കുന്ന ഒരുപാട് വീടുകളുണ്ട്. അവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഒരു 40,000 രൂപ വരെ, 1000 കാട വളർത്തണമെങ്കിൽ 40,000-45,000 രൂപ നമുക്കൊരു മാസത്തിൽ വരുമാനം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തുടങ്ങാവുന്ന ഏറ്റവും സിമ്പിളായി തുടങ്ങാവുന്ന ഒരു കൃഷിയാണ് കാടക്കൃഷി. ഒരു കോഴി വളർത്തുന്ന സ്ഥലത്ത് നമുക്ക് 4 കാട വളർത്താൻ പറ്റും. ഒരു സ്ക്വയർ ഫീറ്റിൽ നമുക്ക് 4 കാട വളർത്താൻ പറ്റും. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് തുടങ്ങാൻ പറ്റിയ വേറെ കൃഷിയും ഇത്രയും കൂടുതൽ വരുമാനം തരുന്ന വേറെ കൃഷിയും ഇന്ന് നമ്മുടെ അറിവിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് കാടകൃഷി ചെയ്യാൻ പറ്റുന്നവരൊക്കെ നമ്മുടെ വീടിൻ്റെ മുകളിലൊക്കെ ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ടാവും, അതൊക്കെ ഉപയോഗപ്പെടുത്തി കാടകൃഷിയിലേക്ക് വരാം. ഇനി ഞാൻ 1-2 കൂടുകൾ കൂടി കാണിച്ചു തരാം കേട്ടോ. നമ്മളെ കേസ് ഫാമിൽ നിന്ന് പഠിച്ചു പോയി തുടങ്ങിയ ആളുകൾ, വർഷങ്ങളായിട്ട് അവർ ഇവിടുന്ന് പഠിച്ചു പോയി കാടകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ കൂടുകളൊക്കെ 1-2 കൂടുകൾ ഞാൻ കാണിച്ചു തരാം. ഒന്ന് മരുതയിലാണുള്ളത്. മരുത, നിലമ്പൂരിന് അടുത്ത് മരുത എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു കൂടുള്ളത്. അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് പോകാം, അവിടുത്തെ കൂടെന്ന് കാണാം. അവിടുത്തെ കൂടെന്ന് പറഞ്ഞാൽ അവർ ഡ്രസ്സ് ഉണക്കിടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഷെഡാണ്, ചെറിയ ഷെഡ്. ഈ ഷെഡിൽ അവരെന്ത് ചെയ്തു, കാടകൃഷി, നമ്മൾ കാടൊക്കെ വളർത്തുന്നത് കണ്ടപ്പോൾ ഇവിടെ ഒന്ന് പഠിച്ച് അവർ പോയി അവിടെ ആ ഷെഡിന് ചുറ്റും ഒരു നെറ്റ് അടിച്ച് അവരെന്ത് ചെയ്തു, കാടകൃഷി തുടങ്ങി. ഇപ്പോൾ ആ കാടകൃഷി വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ചെയ്യുന്നത് ഒരു ഡിഗ്രി പഠിക്കുന്ന ഒരു ചെക്കനൊക്കെയാണ് അതിൽ കാര്യമായിട്ട് ആളാണ് കാര്യമായിട്ട് കൊണ്ടു നടക്കുന്നത്. ഒരു 500ഓളം കാട വളർത്തുന്നൊരു കൂടാണിത്. വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തൊരു കൂടാണ് ഈ കാടക്കൂട്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഹോളിൽ അടിയിലും
മുകളിലുമായി കാടകളെ വളർത്തുന്നു. ഉള്ളിൽ 2 സെഷനുകളായി തിരിച്ചിട്ടുണ്ട്. ചെറിയ നിപ്പിൾ സിസ്റ്റം ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. തൊട്ടുമുകളിൽ ഒരു സൈഡിൽ തട്ടിലായി കാടകളെ വളർത്തുന്നുണ്ട്. കുറഞ്ഞ സ്പേസിൽ ഒത്തിരി കാടകളെ വളർത്താൻ ഈ ഡിസൈൻ നല്ല ഉപകാരപ്രദമാണ്.